എല്ലാവർക്കും സോഫിയ ടൈംസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പിരിമുറുക്കങ്ങളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. നമുക്കറിയാം, ഇന്ന് മനുഷ്യനെ സംബന്ധിച്ച് സമാധാനം, സ്വസ്ഥതയില്ല. ഉറങ്ങാനും ഗുളിക, ചിരിക്കാനും ഗുളിക, പല്ലിന് ഗുളിക, കണ്ണിന് ഗുളിക. അപ്പം മുറുകി പൊട്ടാറായ കയറ് പോലെ മനുഷ്യൻ്റെ ജീവിതം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. കോവിഡ് വന്നപ്പം ഡിപ്രഷൻ, ആത്മഹത്യയുടെ എണ്ണം വർദ്ധിച്ചു. രോഗിയാണ്, ക്വാറൻറ്റൈനിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആത്മഹത്യ ചെയ്തവർ. ഭീതികളുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. ഭീതി, എന്തിനും ഒരു പിരിമുറുക്കം. മൂക്കും വായും മൂടിക്കെട്ടി എപ്പോഴും കയ്യും കാലും കഴുകി ഓവർ ആയിട്ട് ഇതിനകത്ത് ഭയപ്പെടുന്ന ആൾക്കാരെ കാണും. മിനിമം മനസ്സിലാക്കാം, എന്നാ മൂടിക്കെട്ടിയിരുന്നാലും ഈ അണു മൂക്കിക്കൂടെ കയറി വരും, വായിക്കൂടെ കയറി വരും, വേർപ്പിലൂടെ കയറി വരും, ശ്വാസത്തോടെ കയറി വരും. പിന്നെ ഒരു പ്രിക്കോഷൻ, ഒരു സാമാന്യ ചടങ്ങായിട്ട് ഈ മൂടിക്കെട്ടാം, സാനിറ്റൈസർ കൊണ്ട് കഴുകാം എന്ന് മാത്രമേ ഉള്ളൂ. കൊറോണ വൈറസ് ലോകം മുഴുവനുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ചെറിയ തലവേദന, പനി, മൂക്കടപ്പ്, കഫക്കെട്ട്, ഇതൊക്കെ വരും കൊറോണ ദേഹത്തോട് കയറിപ്പോയതാണ്. ആരോഗ്യമുള്ളതുകൊണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്നു. ആരോഗ്യമില്ലെങ്കിൽ 30 വയസ്സുകാരും 40 വയസ്സുകാരും മരിച്ചു പോകും. 103 വയസ്സുള്ള ഉമ്മ, 110 വയസ്സുള്ള ബാപ്പ ഏത് കോവിഡിനെ അതിജീവിച്ചില്ലേ? ദേഹത്തിന് ആരോഗ്യമുണ്ടോ അതിജീവിക്കാൻ പറ്റും. മനസ്സിനും ധൈര്യം വേണം. എപ്പോഴും പേടിച്ചിരുന്നാൽ അവർക്ക് ഈ അസുഖം വരും. അമിതമായ ടെൻഷൻ കൊണ്ട് തന്നാൽ ഈ അസുഖം വരും. വന്നിട്ട് പോട്ടെ, ആ രീതിയിൽ ജീവിക്കാൻ പറ്റിയാൽ നമ്മുടെ മനസ്സിന് നല്ല ഒരു ധൈര്യം കിട്ടും, മനസ്സിന് നല്ല ഒരു ബലവും കിട്ടും. അപ്പം അങ്ങനെ ജീവിക്കാൻ നമുക്കൊക്കെ കഴിയണം. പേടിച്ചിരിക്കാതെ 3 മേഖലകളിൽ ശ്രദ്ധിക്കാൻ പഠിക്കുക. പിരിമുറുക്കത്തിൻ്റെ നാളുകളിൽ 3 മേഖലകളിൽ ശ്രദ്ധിക്കാൻ പഠിക്കുക. ഈ കൊറോണ വൈറസിന് 3 വശങ്ങളുണ്ട്. 1 സ്പോൺസർ, 2 ഏജൻറ്റ്, 3 എൻവയൺമെൻറ്റ്, സാഹചര്യം. സർക്കാരും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ ശ്രദ്ധിക്കുന്നത് 2 കാര്യത്തിലാണ്: ഏജൻറ്റ്, എൻവയൺമെൻറ്റ്. എൻവയൺമെൻറ്റ് നമ്മുടെ ചുറ്റുപാടാണ്. മൂക്കും വായും കെട്ടണം, കയ്യും കാലും കഴുകണം, ദേഹം വൃത്തിയായി സൂക്ഷിക്കണം. എൻവയൺമെൻറ്റ് പറയുന്ന കാര്യത്തിൽ നല്ല ശ്രദ്ധയാണ്. ഏജൻറ്റ് കോവിഡ് രോഗമാണ്, അതാണ് ഏജൻറ്റ്. അതിനെ പേടിച്ചിട്ട് ശവപ്പെട്ടി, വെന്റിലേറ്റർ, എല്ലാ കെട്ടിടങ്ങളും വാങ്ങിക്കുന്നു, മുറി ഭദ്രമാക്കിയിടുന്നു, എല്ലാം ചെയ്യുന്നു. ഇതൊക്കെ ചെയ്താലും ഡെയിലി കൂടുന്നതല്ലാതെ എന്നാ കുറവ്. ശ്രദ്ധിക്കാനത് ശ്രദ്ധിക്കുകയില്ല. അത് സ്പോൺസർ എൻ്റെ ശരീരമാണ്. ഈ ദേഹത്തെ ശ്രദ്ധിക്കണം. പോഷകാംശമുള്ള ഭക്ഷണം കഴിക്കണം. മഞ്ഞളും ചുക്കുമൊക്കെ കലക്കിയ വെള്ളം വെളുപ്പിനെ കുടിക്കണം. നാരങ്ങാനീര് പരമാവധി ഉപയോഗിക്കണം. അങ്ങനെ ദേഹത്ത് നല്ല പ്രതിരോധ ശക്തി നമ്മൾ വളർത്തിയെടുക്കണം. ഏലക്ക, ചുക്ക്, ഇഞ്ചി, കുരുമുളക്, മഞ്ഞൾ, നാരകം, ഇതിൻ്റെയൊക്കെ അംശം ദേഹത്ത് വരണം. അത് ആൾക്കാർക്കും പോഷകാംശമുള്ള ഭക്ഷണവും ഇങ്ങനെയുള്ള പാനീയങ്ങളൊക്കെ കുടിക്കാനും കൊടുക്കണം. അത് 3 വരുമ്പോഴാണ് അതിജീവിക്കാൻ നമുക്ക് പറ്റുക. അപ്പം നമ്മൾ നല്ല എക്സസൈസ്, യോഗയാകാം, പ്രഭാത സവാരിയാകാം, സായാഹ്ന നടപ്പാകാം, നല്ല കളികളാകാം. ദേഹം വേർക്കണം. ദേഹം വേർത്ത് വരുന്നത് സ്പോൺസറായ ശരീരത്തെ ബലപ്പെടുത്തുക. 2 പിരിമുറുക്കമായണോ മാനസികമായ ബലം വേണം. നമ്മളെപ്പോഴും ഈ വാട്സപ്പും മീഡിയയും ഇങ്ങനെ തോണ്ടിയും കിള്ളിയും കണ്ടുകൊണ്ടിരുന്നാൽ പക്വതയുള്ള ആൾക്കാരാകുകയല്ല, ഡെപ്ത് ഇല്ലാതാകും. അതുകൊണ്ട് നല്ല വായന, ഏത് മതഗ്രന്ഥമല്ല ആ മതഗ്രന്ഥം നന്നായിട്ട് വായിക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല ലേഖനം വായിക്കുക. ആരോഗ്യമുള്ള മനസ്സ്. 3 ആരോഗ്യമുള്ള ആത്മാവ്, പ്രാർത്ഥനാ ജീവിതം, വിശുദ്ധ കുർബാനയാകാം, നമ്മുടെ കുടുംബ പ്രാർത്ഥനയാകാം. അങ്ങനെയുള്ള മേഖലകളിൽ പ്രാർത്ഥനയോട് നമ്മൾ നല്ല ഒരു കമ്മിറ്റ്മെൻറ്റ് നടത്തുക. ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള ആത്മാവ്, അവിടെയാണ് നമ്മുടെ ജീവിതത്തിന് ഒരു ബലം കിട്ടുക. അപ്പം ഇതും കടന്നു പോകുമെന്ന് ഓർക്കുക. വഴി പോകുമ്പം ബമ്പുണ്ട്, റോഡ് മുഴുവൻ ബമ്പല്ലല്ലോ, അതും കടന്നു പോകും. ഇടയ്ക്കിടയ്ക്ക് മൂക്കടുപ്പും ജലദോഷവും വരും, സ്ഥിരമല്ലല്ലോ, അതും കടന്നു പോകും. കണ്ണുനീര് കടന്നു പോകും, പുഞ്ചിരി കടന്നു പോകും, സമ്പത്ത് കടന്നു പോകും, ദാരിദ്ര്യം കടന്നു പോകും, കൊറോണ കടന്നു പോകും, COVID-19 കടന്നു പോകും. ഇതൊക്കെ കഴിയുന്ന ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി നമുക്കുണ്ട്. എപ്പോൾ കടന്നു പോകും, അതാണ് നമ്മുടെ ടെൻഷൻ, നമ്മുടെ പിരിമുറുക്കം. അത് നമുക്ക് വ്യക്തമല്ല. പോകും, ഉറപ്പ്. കുറഞ്ഞു വരും. ലോകരാഷ്ട്രങ്ങൾ അതിനെ നേരിടുന്നു. ആ ധൈര്യത്തിൽ നമുക്കായിരിക്കാം. ഒത്തിരി അസ്വസ്ഥത കാണിക്കാതെ, പിരിമുറുക്കം കാണിക്കാതെ
ദേഹത്തെ ശ്രദ്ധിക്കുക, മനസ്സിനെ ആത്മാവിനെയും ശ്രദ്ധിക്കുക, സൗഹൃദങ്ങളെ സൂക്ഷിക്കുക. അങ്ങനെ പിരിമുറുക്കം അയഞ്ഞ് ഒരു നല്ല ലോകത്തിലേക്ക് അടുക്കുവാൻ ദൈവം നമ്മയൊക്കെ സഹായിക്കട്ടെ. നന്ദി.